ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിലുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ട വീട് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച ബന്ധത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ മാത്രമുണ്ടായിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുക? സന്തോഷമോ? സമാധാനമോ? ആശ്വാസമോ? നന്ദിയോ? അല്ലെങ്കിൽ ഇത്രയും നാൾ കാത്തിരുന്നതെല്ലാം ഒടുവിൽ സംഭവിച്ചല്ലോ എന്നൊരു ആഴത്തിലുള്ള സംതൃപ്തിയോ? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നായാണ് കാണുന്നത്. എനിക്കിത് വേണം, എനിക്കൊരിക്കൽ ഇത് ലഭിക്കണം, എൻ്റെ ജീവിതം മാറണം, എപ്പോൾ ഇത് സംഭവിക്കും, എനിക്കിത് കിട്ടുമോ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എത്തുന്നത് ഇപ്പോഴുള്ള കുറവിലേക്കാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് മുന്നിലാണ്, നമ്മൾ നിൽക്കുന്നത് പിന്നിലാണ്. അതിനിടയിൽ ഒരു വലിയ ദൂരമുണ്ടെന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് അതിന് വിപരീതമായ ഒരു മാനസിക പരിശീലനമാണ്. നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ വരും എന്ന് കാത്തിരിക്കാതെ, അത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നനുഭവിക്കാൻ ശ്രമിക്കുക. അതിന് മണിക്കൂറുകളോളം ധ്യാനം ചെയ്യേണ്ടതില്ല. വലിയ ചടങ്ങുകളൊന്നും ആവശ്യമില്ല. വലിയ ചെലവുകളൊന്നും വേണ്ട. പ്രത്യേക ഉപകരണങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സ് മാത്രം മതി. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ആ കുറച്ച് മിനിറ്റുകൾ. കാരണം ആ സമയത്ത് പുറത്തുള്ള ലോകത്തിന്റെ ശബ്ദം പതുക്കെ കുറയുകയാണ്. ദിവസം മുഴുവൻ നിങ്ങളെ അലട്ടിയിരുന്ന കാര്യങ്ങൾ പിന്നിലാകുകയാണ്. ഫോൺ മാറ്റിവെക്കാം. ജോലിയുടെ സമ്മർദ്ദം കുറയുന്നു. സംസാരങ്ങൾ അവസാനിക്കുന്നു. മുറിയിൽ നിശബ്ദത നിറയുന്നു. നിങ്ങൾ കിടക്കയിൽ കിടക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയുന്നു. അത്തരമൊരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെറും ഒരു ദൃശ്യവൽക്കരണ രീതി മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹത്തെ കാണുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്താനുള്ള ഒരു പരിശീലനമാണ്. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഒരു മാന്ത്രിക വിദ്യയല്ല. ഇത് ചെയ്താൽ നാളെ രാവിലെ നിങ്ങളുടെ വാതിൽക്കൽ സ്വപ്നവീടെത്തും എന്നൊരു ഉറപ്പുമല്ല. നിങ്ങൾ കണ്ണടച്ച് എന്തെങ്കിലും സങ്കൽപ്പിച്ചാൽ ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറും എന്നും പറയാനാവില്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് തിരിക്കാനും നിങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാനും പുതിയ സാധ്യതകൾ ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് യഥാർത്ഥ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഈ പരിശീലനം സഹായിക്കാം. അതിനാൽ ഇത് വെറും സങ്കല്പമല്ല. സങ്കല്പം, വികാരം, പ്രവർത്തനം, ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ച് കാണുന്ന രീതിയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ട് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഉൾക്കാഴ്ച ലഭിച്ചതായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് ഈ കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വലിയൊരു പ്രചോദനമായേക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തെറ്റ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കൂ. ഉദാഹരണത്തിന് ഒരു വീട്. നിങ്ങൾക്കൊരു മനോഹരമായ വീട് വേണമെന്ന് കരുതാം. പലരും കണ്ണുകൾ അടച്ചിട്ട് പറയുക, എനിക്കൊരു വീട് വേണം, എൻ്റെ വീടൊന്ന് പണിയണം, എനിക്കെപ്പോഴാണ് പണം കിട്ടുക, എൻ്റെ സ്വപ്നവീട് എപ്പോഴാകും? ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കൂ, ഈ ചിന്തകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന സന്ദേശം എന്താണ്? അതിപ്പോൾ എൻ്റെ പക്കലില്ല. നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും അതേ അഭാവത്തിലേക്ക് പോകുന്നു. ഇനി ഒരു ചെറിയ മാറ്റം വരുത്തൂ. എനിക്കൊരു വീട് വേണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ വീട്ടിലാണ് എന്ന് സങ്കൽപ്പിക്കുക. വ്യത്യാസം വളരെ ചെറുതായി തോന്നാം, പക്ഷേ അനുഭവത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രധാന വാതിൽ തുറക്കുന്നതായി സങ്കൽപ്പിക്കുക. വാതിലിൻ്റെ ഹാൻഡിൽ കയ്യിൽ തൊടുന്ന അനുഭവം, അകത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന ഹാൾ, ഭിത്തിയുടെ നിറം, ജനലിലൂടെ വരുന്ന വെളിച്ചം, നിങ്ങൾക്കിഷ്ടമുള്ള സോഫ, മേശയുടെ മുകളിൽ വച്ചിരിക്കുന്ന ചെറിയൊരു വസ്തു, അടുക്കളയിൽ നിന്നുള്ള പരിചിതമായ ഗന്ധം. നിങ്ങൾ അവിടെ ജീവിക്കുന്നത് പോലെ ആ രംഗം അനുഭവിക്കുക. ഇനി സ്വയം പറയൂ, ഇതാണ് എൻ്റെ വീട്, ഞാനിവിടെ സുരക്ഷിതനാണ്, എനിക്ക് വേണ്ടിയുള്ള ഈ ജീവിതത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഇവിടെ നിങ്ങൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ ഒരു അനുഭവം സൃഷ്ടിക്കുകയാണ്. ഇതാണ് പ്രധാന മാറ്റം. ആഗ്രഹത്തേക്കാൾ അതിൻ്റെ പിന്നിലുള്ള വികാരത്തെ കണ്ടെത്തുക. ഇനി മറ്റൊരു പ്രധാന ചോദ്യം: നിങ്ങൾക്ക് പണം വേണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പണമാണോ?
ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. പണം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത്? സുരക്ഷ, സ്വാതന്ത്ര്യം, സമാധാനം, കുടുംബത്തിന് ഒരു നല്ല ജീവിതം, കടമകളിൽ നിന്നുള്ള ആശ്വാസം, യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അതുപോലെ നിങ്ങൾക്ക് ഒരു വീട് വേണമെങ്കിൽ വീട് തന്നെയാണോ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ളിൽ ലഭിക്കുന്ന സമാധാനമാണോ? ഒരു ബന്ധം വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ സ്നേഹം, അടുപ്പം, മനസ്സിലാക്കപ്പെടുന്ന അനുഭവം എന്നിവയാണോ? വിജയം വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ വിജയത്തിന്റെ പേരാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ആത്മവിശ്വാസം, അംഗീകാരം, സ്വാതന്ത്ര്യം എന്നിവയാണോ? ഇതാണ് ഈ പരിശീലനത്തിന്റെ ഒരു ആഴമുള്ള ഭാഗം. വസ്തുവിനെ മാത്രം കാണാതെ അതിന്റെ പിന്നിലുള്ള വികാരത്തെ കണ്ടെത്തുക. കാരണം പലപ്പോഴും നമ്മളൊരു പ്രത്യേക വസ്തുവിനെ ആഗ്രഹിക്കുന്നത് ആ വസ്തുവിനായി മാത്രമല്ല, അത് നമുക്ക് നൽകുമെന്ന് തോന്നുന്ന ഒരു അനുഭവത്തിനു വേണ്ടിയാണ്. പണത്തിന് പിന്നിൽ സുരക്ഷ, വീടിന് പിന്നിൽ സമാധാനം, ബന്ധത്തിന് പിന്നിൽ സ്നേഹം, വിജയത്തിന് പിന്നിൽ ആത്മവിശ്വാസം, സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ആശ്വാസം. അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, എനിക്കിത് കിട്ടിയാൽ ഞാൻ എന്തനുഭവിക്കും? ആ ഉത്തരമാണ് നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തിന്റെ ഹൃദയം. ഇനി രാത്രി ചെയ്യേണ്ട പരിശീലനം. ഇനി നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഇത് ചെയ്യാം. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മുറിയിലെ വെളിച്ചം കുറയ്ക്കുക, ഫോൺ മാറ്റിവെക്കുക, കിടക്കയിൽ സുഖമായി കിടക്കുക. നിങ്ങളുടെ ശരീരത്തിന് യാതൊരു അസൗകര്യവും ഇല്ലാത്ത രീതിയിൽ കിടക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഇനി ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം പതുക്കെ അകത്തേക്ക്. ഒരു നിമിഷം നിർത്തുക. പിന്നെ പതുക്കെ പുറത്തേക്ക്. വീണ്ടും അകത്തേക്ക്, പുറത്തേക്ക്. ഇനി നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. നെറ്റിയിലെ മുറുക്കം വിട്ടുകളയുക. കണ്ണുകൾക്ക് വിശ്രമം നൽകുക. താടിയെല്ല് ശാന്തമാക്കുക. തോളുകൾ താഴേക്ക് വിടുക. കൈകൾ ശാന്തമാക്കുക. നെഞ്ചിലെ മുറുക്കം കുറയ്ക്കുക. വയറിനെ റിലാക്സ് ചെയ്യുക. കാലുകളിലെ സമ്മർദ്ദം വിട്ടുകളയുക. ഇപ്പോൾ നിങ്ങളോട് തന്നെ പറയൂ, ഇപ്പോൾ എനിക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ എനിക്ക് എവിടെയും പോകേണ്ടതില്ല. ഈ കുറച്ച് നിമിഷങ്ങൾ എനിക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഒരു ആഗ്രഹം മാത്രം തിരഞ്ഞെടുക്കുക. ഒന്ന് മാത്രം. ഇന്ന് പണം, നാളെ ബന്ധം, മറ്റൊരു ദിവസം ജോലി. എല്ലാം ഒരേ സമയത്ത് ചെയ്യേണ്ടതില്ല. ഒരു രാത്രിയിൽ 10 സ്വപ്നങ്ങൾ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കരുത്. ഒരു രംഗം മാത്രം, ഒരു അനുഭവം മാത്രം, ഒരു വികാരം മാത്രം. ഒരു ചെറിയ രംഗം സൃഷ്ടിക്കുക. ഇനി നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായതിനു ശേഷം സംഭവിക്കാവുന്ന ഒരു ചെറിയ നിമിഷം തിരഞ്ഞെടുക്കുക. വളരെ വലിയ സിനിമ വേണ്ട. 10 മിനിറ്റ് നീളുന്ന ഒരു കഥ വേണ്ട. 5 മുതൽ 10 സെക്കൻഡ് വരെ നീളുന്ന ഒരു ചെറിയ രംഗം മതി. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ കയറുന്നതായി സങ്കല്പിക്കേണ്ടതില്ല. ഇന്റർവ്യൂ മുതൽ മുഴുവൻ കഥയും വീണ്ടും കാണേണ്ടതില്ല. ഒരു ചെറിയ നിമിഷം മാത്രം. നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ നിങ്ങളോട് പറയുന്നു, അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. ആ വാക്കുകൾ കേൾക്കുന്ന നിമിഷം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി, നിങ്ങളുടെ ഉള്ളിലെ ആശ്വാസം. ഒടുവിൽ സംഭവിച്ചു എന്നൊരു വികാരം. അത് മതി. ഇനി ആ രംഗം വീണ്ടും വീണ്ടും വീണ്ടും. പക്ഷേ വെറും ചിത്രമായി കാണരുത്, അനുഭവമായി കാണുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്നാണ് ആഗ്രഹമെങ്കിൽ വലിയൊരു പണത്തുക ആകാശത്ത് പറക്കുന്നതായി സങ്കല്പിക്കേണ്ടതില്ല. പകരം ഒരു സാധാരണ രംഗം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഫോൺ കയ്യിലെടുക്കുന്നു, ബാങ്കിംഗ് ആപ്പ് തുറക്കുന്നു, ബാലൻസ് നോക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഖ്യ അവിടെ കാണുന്നു. ഒരു നിമിഷം നിങ്ങൾ നിശബ്ദനാകുന്നു. പിന്നെ ഒരു ചെറിയ പുഞ്ചിരി. നിങ്ങളുടെ ഉള്ളിൽ ഒരു വാക്ക്, ഒടുവിൽ. അതിനുശേഷം നന്ദി. അത്രമാത്രം. വീണ്ടും ഫോൺ, വീണ്ടും ബാലൻസ്, വീണ്ടും ആ ആശ്വാസം, വീണ്ടും നന്ദി. രംഗം ചെറുതാണ്, പക്ഷെ വികാരം ആഴമുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ടത്. ഡ്രീം ഹൗസിനുള്ള ദൃശ്യവൽക്കരണം. നിങ്ങളുടെ സ്വപ്നം ഒരു വീടാണെങ്കിൽ വീട് ദൂരത്തുനിന്ന് നോക്കുന്നതിന് പകരം അതിനുള്ളിൽ നിന്ന് അനുഭവിക്കുക. നിങ്ങൾ രാവിലെ വാതിൽ തുറക്കുന്നു. സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നു. നിങ്ങളുടെ കാലുകൾ നിലത്തു തൊടുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു മുറിയിലേക്ക് നടക്കുന്നു. ഭിത്തിയിലെ നിറം നിങ്ങൾ കാണുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുന്നു. പിന്നെ മനസ്സിൽ പറയുന്നു, ഇത് എൻ്റെ ജീവിതമാണ്. ഇവിടെ എനിക്ക് സമാധാനമുണ്ട്. അത് അനുഭവിക്കുക. വീടിൻ്റെ വില ചിന്തിക്കേണ്ടതില്ല. ലോൺ എങ്ങനെ അടയ്ക്കും എന്ന് ആ നിമിഷം കണക്കാക്കേണ്ടതില്ല. എല്ലാ വിശദാംശങ്ങളും പരിഹരിക്കേണ്ടതില്ല.
ആ ചെറിയ അനുഭവം മാത്രം. ബന്ധത്തിനായുള്ള ദൃശ്യവൽക്കരണം. നിങ്ങളുടെ ആഗ്രഹം ഒരു ആരോഗ്യകരമായ സ്നേഹബന്ധമാണെങ്കിൽ ആ വ്യക്തിയുടെ രൂപത്തെ മാത്രം പിടിച്ചു നിർത്തേണ്ടതില്ല. ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സമാധാനം സങ്കൽപ്പിക്കുക. നിങ്ങൾ രണ്ടുപേരും ശാന്തമായിരിക്കുന്നു, സംസാരിക്കാതെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു നിമിഷം, ഒരു പുഞ്ചിരി, ഒരു സ്നേഹമുള്ള വാക്ക്, നിങ്ങളുടെ ഉള്ളിൽ ഒരു സുരക്ഷിതത്വം. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊരു അനുഭവം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കണമെന്ന രീതിയിൽ ഈ പരിശീലനത്തെ കാണേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യകരവും പരസ്പര ബഹുമാനമുള്ളതുമായ ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ്. അതിലാണ് ശ്രദ്ധ. പണത്തിനും വിജയത്തിനും ഒരു പൊതുവായ രഹസ്യം. നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിൽ കോടിക്കണക്കിന് രൂപ മാത്രം കാണേണ്ടതില്ല. ആദ്യം അതിലൂടെ ലഭിക്കേണ്ട ജീവിതം കാണുക. കടങ്ങൾ തീർന്ന ശേഷം ലഭിക്കുന്ന ആശ്വാസം, കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന സന്തോഷം, അവശ്യ കാര്യങ്ങളിൽ ഇനി ഭയപ്പെടേണ്ടതില്ലെന്ന സുരക്ഷിതത്വം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി എന്തു ചെയ്യും എന്ന ഭയം ഇല്ലാത്ത അവസ്ഥ. അതാണ് യഥാർത്ഥ അനുഭവം. അത് മനസ്സിൽ പിടിക്കുക. എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യം ഒഴിവാക്കുക. ഇനി ഒരു വലിയ തടസ്സത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്ന ഉടനെ അടുത്ത ചോദ്യം വരും: എപ്പോൾ? എത്ര ദിവസത്തിനുള്ളിൽ? ഇത് ശരിക്കും നടക്കുമോ? ഇന്ന് തന്നെ എന്തെങ്കിലും അടയാളം കിട്ടുമോ? ഇവിടെ പലരും കുടുങ്ങുന്നു. ഒരു ദിവസം ദൃശ്യവൽക്കരണം ചെയ്യും, അടുത്ത ദിവസം ഫലം അന്വേഷിക്കും, ഫലം കണ്ടില്ലെങ്കിൽ മറ്റൊരു ടെക്നിക് തിരയും, അടുത്ത ദിവസം മറ്റൊരു വീഡിയോ, പിന്നെ മറ്റൊരു രീതിയിലുള്ള അഫർമേഷൻ, പിന്നെ പുതിയൊരു റിച്വൽ. അങ്ങനെ അവരുടെ മുഴുവൻ ശ്രദ്ധയും ആഗ്രഹത്തിൽ നിന്ന് ഫലം പരിശോധിക്കുന്നതിലേക്ക് മാറുന്നു. അവർ ആഗ്രഹത്തെ അനുഭവിക്കുന്നില്ല, അവർ ആഗ്രഹം വന്നോ എന്ന് നിരന്തരം പരിശോധിക്കുന്നു. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. ദൃശ്യവൽക്കരണം കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരികെ വരണം. നിങ്ങളൊരു വിത്ത് നട്ടിട്ട് ഓരോ മണിക്കൂറിലും അത് കുഴിച്ചുനോക്കി വേരുണ്ടായോ എന്ന് പരിശോധിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശ്യം വ്യക്തമായി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ ആ ദിശയിലേക്ക് പരിശീലിപ്പിക്കുക. പിന്നെ ജീവിതത്തിലെ യഥാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുക. വിട്ടുകളയുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ പലർക്കും തോന്നുന്നത് എൻ്റെ ആഗ്രഹം ഇനി വേണ്ട അല്ല. വിട്ടുകളയുക എന്നത് ആഗ്രഹം ഉപേക്ഷിക്കുക എന്നല്ല, അതോടൊപ്പമുള്ള അമിതമായ ഭയം ഉപേക്ഷിക്കുക എന്നതാണ്. ഇത് സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ചിന്തയിൽ നിന്ന് മാറുക. ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് എനിക്കിപ്പോൾ അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഭാഗം ചെയ്യാം എന്ന മനോഭാവത്തിലേക്ക് മാറുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ പ്രതിബദ്ധതയുണ്ടാകട്ടെ, പക്ഷേ അതിൻ്റെ കൃത്യമായ രൂപത്തിലും സമയത്തിലും അമിതമായ പിടിച്ചുപറ്റൽ വേണ്ട. കാരണം ജീവിതം പലപ്പോഴും നമ്മൾ കരുതാത്ത വഴികളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. നിങ്ങൾ കരുതിയ അവസരം വരാതെ മറ്റൊരവസരം വരാം. നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. നിങ്ങൾ കരുതിയ രീതിയിൽ പണം വരാതെ മറ്റൊരു ജോലി, മറ്റൊരു ബിസിനസ്, മറ്റൊരു അവസരം വഴി വരാം. അതുകൊണ്ട് ആഗ്രഹത്തിൻ്റെ സാരാംശത്തിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ഓരോ വിശദാംശത്തിലുമല്ല. വലിയ ആഗ്രഹങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്വപ്നമുണ്ടാകും. നിങ്ങളത് സങ്കല്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് പറയും, ഇത് എങ്ങനെ സാധിക്കും? എൻ്റെ പക്കൽ പണമില്ല, എനിക്ക് ബന്ധങ്ങളില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് അവസരം ലഭിക്കില്ല, ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾക്കുടൻ തന്നെ ഞാൻ കോടീശ്വരനാണ് എന്ന് ആവർത്തിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ മറ്റൊരു ശബ്ദം ഉടൻ പറയും, അത് കള്ളമാണ്. അതിനുപകരം കൂടുതൽ സ്വാഭാവികമായ വാക്കുകൾ തിരഞ്ഞെടുക്കാം. എൻ്റെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കിപ്പോൾ കാണാത്ത വഴികളുണ്ടായേക്കാം. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ദിവസേന മുന്നേറുകയാണ്. കൂടുതൽ അവസരങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കഴിവുകൾ വികസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്തരം വാക്കുകൾ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സ്വീകരിക്കാവുന്നതായിരിക്കും. അവിടെ നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയെ പുതിയ സാധ്യതകളിലേക്ക് തിരിക്കുകയാണ്. വാക്കുകൾ മാത്രം പോരാ. ഒരു അഫർമേഷൻ 1000 തവണ പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത പക്ഷം ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകണമെന്നില്ല. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അപേക്ഷിക്കണം, കഴിവ് വികസിപ്പിക്കണം, പുതിയ ആളുകളുമായി ബന്ധപ്പെടണം, അവസരങ്ങൾ അന്വേഷിക്കണം. ബിസിനസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പഠിക്കണം, പരീക്ഷിക്കണം, പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ പണത്തെക്കുറിച്ച് പഠിക്കണം, ചെലവുകൾ നിയന്ത്രിക്കണം, വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതിനാൽ ഓർക്കുക, സങ്കല്പം നിങ്ങളുടെ ദിശ കാണിക്കാം,
വികാരം നിങ്ങളെ പ്രചോദിപ്പിക്കാം, പക്ഷേ പ്രവർത്തനമാണ് യാഥാർത്ഥ്യത്തിലെ മാറ്റത്തിന് ആവശ്യമായ പ്രധാന ഘടകം. ഇനി ഒരു ചെറിയ രാത്രി പരിശീലനം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ രാത്രി കേൾക്കുകയാണെങ്കിൽ അടുത്തതായി ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. കിടക്കയിൽ സുഖമായി കിടക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും. ഇനി ശരീരം ശാന്തമാകുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം മാത്രം തിരഞ്ഞെടുക്കുക. ഒന്ന് മാത്രം. അത് ഇതിനകം പൂർത്തിയായെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ എവിടെയാണ്? ആരോടൊപ്പമാണ്? എന്താണ് കാണുന്നത്? എന്താണ് കേൾക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ എന്തനുഭവപ്പെടുന്നു? നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടോ? നിങ്ങളുടെ നെഞ്ചിൽ ഒരു ആശ്വാസമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ സമാധാനമുണ്ടോ? അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ടതില്ല. വെറും അനുഭവിക്കുക. ഇനി മനസ്സിൽ പതുക്കെ പറയൂ, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് ഞാൻ തുറന്നിരിക്കുന്നു. എന്റെ ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് തിരിക്കുന്നു. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുതിയ സാധ്യതകളെ കാണാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് ശരിയായ രീതിയിൽ വരുമെന്ന് വിശ്വസിച്ച് ഞാൻ സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നു. ഇനി ഒരു അവസാന വാക്ക്. നന്ദി. വീണ്ടും നന്ദി. പക്ഷെ വെറും വാക്കായി പറയരുത്. ആ നന്ദിയുടെ വികാരം അനുഭവിക്കാൻ ശ്രമിക്കുക. ഇനി ആ രംഗം പതുക്കെ മങ്ങിപ്പോകട്ടെ. അതിനെ പിടിച്ചു നിർത്തേണ്ടതില്ല. വീണ്ടും വീണ്ടും ചെയ്യേണ്ടതില്ല. ഫലം പരിശോധിക്കേണ്ടതില്ല. നാളെ രാവിലെ എഴുന്നേറ്റ് ഇത് സംഭവിച്ചോ എന്ന് ജീവിതത്തെ പരീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ വിശ്രമിക്കുക, ഉറങ്ങുക, പിന്നെ നാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരിക. ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. ഇത്രയും നേരം നമ്മൾ ദൃശ്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇതിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗം ഒരുപക്ഷെ ദൃശ്യങ്ങളല്ല, അത് നിങ്ങളുടെ അവസ്ഥയാണ്. നിങ്ങളൊരാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഭയമോ, അശാന്തിയോ, കുറവിന്റെ ബോധമോ, അല്ലെങ്കിൽ സമാധാനമോ? നിങ്ങളുടെ മനസ്സ് നിരന്തരം എനിക്കിതില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കുറവിലായിരിക്കും. പക്ഷേ ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സാധ്യതകളിലേക്ക് മാറാം. അതാണ് യഥാർത്ഥ പരിശീലനം. നിങ്ങളുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുക. നിങ്ങൾ കാണാത്ത അവസരങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഒഴിവാക്കിയിരുന്ന ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുക. അപ്പോൾ ദൃശ്യവൽക്കരണം നിങ്ങളുടെ കിടക്കയിൽ മാത്രം നടക്കുന്ന ഒന്നായിരിക്കില്ല, അത് നിങ്ങളുടെ ദിവസത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങും. ഇന്നു മുതൽ ഒരു ചെറിയ നിയമം. ഇന്ന് രാത്രി മുതൽ ഒരു ചെറിയ നിയമം മാത്രം പാലിക്കൂ. ഉറങ്ങുന്നതിനു മുമ്പ് 5 മിനിറ്റ്. ഒരു ആഗ്രഹം, ഒരു ചെറിയ രംഗം, ഒരു ആഴത്തിലുള്ള വികാരം, ഒരു നന്ദി. അതിനുശേഷം വിട്ടുകളയുക. അടുത്ത ദിവസം നിങ്ങളുടെ ജീവിതം നയിക്കുക. ഒരു ദിവസം കൊണ്ട് മാറ്റമില്ലെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. പതുക്കെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് ശ്രദ്ധിക്കുന്നത് എന്നതിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ അതിനിടയിൽ യഥാർത്ഥ ജീവിതത്തെ മറക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിനായി പഠിക്കുക, പ്രവർത്തിക്കുക, തെറ്റുകൾ ചെയ്യുക, തിരുത്തുക, വീണ്ടും ശ്രമിക്കുക, അവസരങ്ങൾ സ്വീകരിക്കുക, ആവശ്യമെങ്കിൽ പുതിയ വഴികൾ തേടുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കിടക്കയിൽ മാത്രം സൂക്ഷിക്കരുത്. അത് നിങ്ങളുടെ ദിവസത്തെ തീരുമാനങ്ങളിലും കൊണ്ടുവരിക. അവസാനമായി ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതം ഇന്നുള്ള അവസ്ഥയിൽ അവസാനിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയാത്ത നിരവധി സാധ്യതകൾ മുന്നിലുണ്ടാകാം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എപ്പോൾ കിട്ടും എന്ന് ചോദിക്കേണ്ട. ഇത് എങ്ങനെ സംഭവിക്കും എന്നതിലും കുടുങ്ങേണ്ട. ആദ്യമായി ചോദിക്കൂ, ഇത് എന്റെ ജീവിതത്തിൽ ഇതിനകം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അനുഭവിക്കുമായിരുന്നു? ആ അനുഭവത്തിലേക്ക് കുറച്ച് നിമിഷങ്ങൾ കടന്നു ചെല്ലൂ. ആശ്വാസം, സന്തോഷം, സമാധാനം, നന്ദി, സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള വികാരം ഏതാണ് അതിനെ അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ രംഗം സൃഷ്ടിക്കുക. അത് ആവർത്തിക്കുക, പിന്നെ വിട്ടുകളയുക. കാരണം ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു വസ്തുവല്ല, ഒരു അനുഭവമാണ്. പണം വേണമെന്ന് പറയുമ്പോൾ സുരക്ഷിതത്വമാണ് അന്വേഷിക്കുന്നത്. വീട് വേണമെന്ന് പറയുമ്പോൾ സമാധാനമാണ് അന്വേഷിക്കുന്നത്. ബന്ധം വേണമെന്ന് പറയുമ്പോൾ സ്നേഹമാണ് അന്വേഷിക്കുന്നത്. വിജയം വേണമെന്ന് പറയുമ്പോൾ ആത്മവിശ്വാസമാണ് അന്വേഷിക്കുന്നത്. സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ ഭയമില്ലാത്ത ഒരു ജീവിതമാണ് അന്വേഷിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ രൂപം മാത്രം കാണരുത്,
അതിൻ്റെ പിന്നിലെ വികാരവും കാണുക. ഇന്ന് രാത്രി മുറിയിലെ വെളിച്ചം അണയും. ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കുറയും. നിങ്ങൾ കിടക്കയിൽ കിടക്കും. കണ്ണുകൾ അടയ്ക്കും. അപ്പോൾ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ദിശ കാണിക്കുക. അത് അനുഭവിക്കുക. നന്ദി പറയുക. പിന്നെ സമാധാനത്തോടെ ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരിക. നിങ്ങളുടെ ജോലി ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. നിങ്ങളുടെ അവസരങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. കാരണം സ്വപ്നം കാണുന്നത് മാത്രം മതിയാകില്ല. സ്വപ്നത്തിന് ദിശ നൽകണം. ദിശയ്ക്ക് പ്രവർത്തനം നൽകണം. പ്രവർത്തനത്തിന് സ്ഥിരത നൽകണം. അതാണ് നിങ്ങളുടെ സങ്കല്പത്തെ ഒരു ജീവിതശൈലിയാക്കി മാറ്റുന്നത്. അതിനാൽ ഇന്ന് രാത്രി ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ. ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കൂ. കണ്ണുകൾ അടയ്ക്കൂ. അത് ഇതിനകം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണെന്ന് സങ്കൽപ്പിക്കൂ. അത് ലഭിച്ച ശേഷമുള്ള സമാധാനം അനുഭവിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയൂ, നന്ദി. വീണ്ടും പറയൂ, ഞാൻ തയ്യാറാണ്. പിന്നെ ആ ആഗ്രഹത്തെ പിടിച്ചിരിക്കേണ്ട. അതിനെ ഭയത്തോടെ നിരീക്ഷിക്കേണ്ട. അത് എപ്പോൾ സംഭവിക്കും എന്ന് ഓരോ മണിക്കൂറിലും ചോദിക്കേണ്ട. നിങ്ങളുടെ ഭാഗം ചെയ്യുക. ജീവിതത്തിലേക്ക് നീങ്ങുക. പുതിയ സാധ്യതകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അവസരങ്ങൾ വന്നാൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഒരേ ദിശ നൽകുക. ഒരുപക്ഷെ മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ച വഴിയിലൂടെ വരില്ല. ഒരുപക്ഷെ നിങ്ങൾ കരുതിയ സമയത്ത് വരില്ല. ഒരുപക്ഷെ നിങ്ങൾ സങ്കൽപ്പിച്ചതിനേക്കാൾ വ്യത്യസ്തമായ രൂപത്തിൽ വരും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ഉദ്ദേശ്യം വ്യക്തമായി സൂക്ഷിക്കുകയും നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം ഓർക്കൂ. എൻ്റെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ എങ്ങനെ അനുഭവിക്കുമായിരുന്നു? ആ ചോദ്യത്തിന് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഉത്തരമാണ് ഇന്നത്തെ നിങ്ങളുടെ ദൃശ്യവൽക്കരണം. അത് കാണുക. അത് അനുഭവിക്കുക. അതിനോട് നന്ദി പറയുക. പിന്നെ സമാധാനത്തോടെ വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് മാറണം എന്ന സമ്മർദ്ദമില്ലാതെ, ഒരു ദിവസം വീതം, ഒരു തീരുമാനം വീതം, ഒരു പ്രവർത്തനം വീതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവസാനമായി നിറയുന്ന ചിന്ത ഭയമാകേണ്ട, കുറവാകേണ്ട, അശാന്തിയാകേണ്ട. പകരം പറയൂ, എനിക്ക് വേണ്ട ദിശ എനിക്ക് വ്യക്തമാണ്. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. പുതിയ സാധ്യതകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും ഞാൻ നന്ദിയുള്ളവനാണ്. പിന്നെ കണ്ണുകളടയ്ക്കൂ. ഒരു ദീർഘശ്വാസമെടുക്കൂ. പതുക്കെ പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ശരീരത്തെ കിടക്കയിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആ ചെറിയ രംഗം വീണ്ടും ഒരിക്കൽ കാണൂ. പുഞ്ചിരിക്കുക. നന്ദി പറയുക. പിന്നെ ഉറങ്ങുക. നാളെ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ സ്വപ്നം വീണ്ടും ഓർക്കുക. പക്ഷേ ഇത്തവണ അത് വെറും സ്വപ്നമായി കാണരുത്. അതിലേക്കുള്ള ഒരു ദിശയായി കാണുക. ഒരു ചെറിയ പ്രവർത്തനം ചെയ്യുക. ഒരു ഫോൺ കോൾ ചെയ്യുക. ഒരു അപേക്ഷ അയയ്ക്കുക. ഒരു പുതിയ കാര്യം പഠിക്കുക. ഒരു അവസരം അന്വേഷിക്കുക. ഒരു മോശം ശീലം ഉപേക്ഷിക്കുക. ഒരു നല്ല തീരുമാനമെടുക്കുക. കാരണം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച ചിത്രത്തിന് യഥാർത്ഥ ജീവിതത്തിൽ കാലുകൾ നൽകുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അവസാനമായി ആ ഒരു വാക്ക് മാത്രം, നന്ദി. നിങ്ങളുടെ മനസ്സിനോട് നന്ദി. നിങ്ങളുടെ യാത്രയോട് നന്ദി. ഇന്നുള്ള ചെറിയ പുരോഗതിയോട് നന്ദി. ഇനിയും കാണാത്ത സാധ്യതകളോടും നന്ദി. ഇനി സമാധാനത്തോടെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ആഗ്രഹത്തെ ഭയത്തോടെ പിന്തുടരേണ്ട. വിശ്വാസത്തോടെയും വ്യക്തതയോടെയും പ്രവർത്തനത്തോടെയും അതിലേക്ക് നീങ്ങുക. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ഉറക്കത്തിനു മുമ്പുള്ള ആ കുറച്ച് നിമിഷങ്ങൾ വെറുതെ കളയരുത്. അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള സമയമാക്കൂ. നിങ്ങളുടെ ലക്ഷ്യമോർക്കാനുള്ള സമയമാക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം മനസ്സിൽ പരിശീലിക്കാനുള്ള സമയമാക്കൂ. പിന്നെ അത് വിട്ടുകളയൂ. നാളെ വീണ്ടും ജീവിതത്തിലേക്കിറങ്ങൂ. നടക്കൂ. പ്രവർത്തിക്കൂ. പഠിക്കൂ. വളരൂ. ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്നല്ല തുടങ്ങുന്നത്. അത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ചെറിയ സങ്കല്പത്തിൽ നിന്ന്, ഒരു പുതിയ വികാരത്തിൽ നിന്ന്, ഒരു പുതിയ തീരുമാനത്തിൽ നിന്ന്, ഒരു ചെറിയ പ്രവർത്തനത്തിൽ നിന്ന്. ഇന്നത്തെ രാത്രി ആ ചെറിയ തുടക്കമായിരിക്കട്ടെ. നന്ദി. പ്രക്രിയയിൽ വിശ്വാസം വയ്ക്കൂ. നിങ്ങളുടെ വഴിയിൽ മുന്നോട്ടു പോകൂ. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്നും ഇന്നു മുതൽ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ആ ചെറിയ മാറ്റം എന്താണെന്നും താഴെ കമൻ്റായി അറിയിക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വലിയ താൽപ്പര്യമുണ്ട്. നമുക്കൊരുമിച്ച് പുതിയൊരു യാത്ര തുടങ്ങാം.